എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയാകണം പ്രാർത്ഥന. നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭദിനം നേരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ഗൂഗിൾ മീറ്റ് വഴി നടത്തപ്പെടുന്ന 225ാമത് സ്നേഹസംഗമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി റിൻസി ജെ പുളിക്കൽ മാഡത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. ഏവർക്കും നമസ്കാരം. നിത്യവും സത്യമായി ഞങ്ങൾ തെൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വരാ, നിത്യവും സത്യമായി ഞങ്ങൾ തെൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വരാ, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനേ, നിത്യവും സത്യമായി ഞങ്ങൾ തെൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വരാ, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനേ, നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണി ലോകനാഥാ, നിത്യവും സത്യമായി ഞങ്ങൾ തെൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വരാ, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനേ, അനുദിനം നിന്നിലടുക്കുന്ന പാദങ്ങൾ നൽകണി രക്ഷിതാവേ, ഞങ്ങൾ തൻ തെറ്റുകൾ എല്ലാം പുറത്തു നീ കാത്തുകൊള്ളിടണി നീതിമാനേ, കാത്തുകൊള്ളിടണി നീതിമാനേ, നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വരാ, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനേ, അടിയങ്ങൾ കേകണി തമ്പുരാനേ, അടിയങ്ങൾ കേകണി തമ്പുരാനേ. വളരെ മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച റിൻസി മാഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി മേരി ദീപ മാഡത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ദീപ മാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ ഒരു മീറ്റിങ്ങിൽ സ്വാഗതം പറയാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ദർശന സർവീസ് സൊസൈറ്റിക്ക് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ 225ാമത് സ്നേഹസംഗമം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന റവറൻ ഫാദർ ബിനീഷ് കോട്ടയ്ക്കലിനെ ആദ്യം തന്നെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള ശ്രീ ബിജു CC
ലൈവ്ലിഹുഡ് പ്രോഗ്രാംസിൻ്റെ ഇമ്പാക്ട് കാറ്റലിസ്റ്റും അസിസ്റ്റന്റ് മാനേജറുമാണ് അദ്ദേഹം. അദ്ദേഹത്തെയും നമ്മുടെ ഈ സ്നേഹസംഗമത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ അധ്യക്ഷനും ദർശന ക്ലബ് പ്രസിഡന്റുമായ ശ്രീ സാജു ജോൺ, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ റിപ്പോർട്ട് വായിക്കുന്ന ശ്രീ ജോസ് കൊരട്ടി, അതുപോലെ തന്നെ ആശംസ അറിയിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ഇന്ദു TV, ശ്രീ ജിഫിൻ KJ, ശ്രീ ഐവിൻ ടൈറ്റസ് എന്നിവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതെല്ലാത്തിലുപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഫാദർ സോളമൻ അച്ഛനെയും പിന്നെ നമ്മുടെ ഈ സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെ ഹൃദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്ത ദീപ മാമിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കുന്നതിനായി ശ്രീ കുമാരി ലീന 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായി ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെയും സർവോന്മുഖ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ ഇവയാണ്: ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീം, കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ പ്രോഗ്രാമുകളിൽ ഒന്നാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരത്തിനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ് ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ് ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസികോല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തിവരുന്നു. മത്സരത്തിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പര വേദനകൾ പങ്കുവയ്ക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണിത്. ജീവന്റെ ഉറവ ചലന പരിമിതർക്കും കാഴ്ച പരിമിതർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വ്യതകൾ പരസ്പരം പങ്കുവയ്ക്കാനും കലാകായിക, വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനുള്ള ഗ്രൂപ്പാണ്. മാർഗദർശി ഗ്രൂപ്പ് ദർശന ഗ്രൂപ്പിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ ചലനപരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ്. വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിച്ചു വരുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച
ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ചാനലായി മാറിക്കൊണ്ടിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവ്, ആത്മീയമായ ഉന്നമനത്തിനു വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബിലൂടെ നടത്തിവരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്കും അത്ലറ്റ് മീറ്റും, വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഒരു ഉപദേശക സമിതി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹ സംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തി വരുന്നു. 70-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തിവരുന്നു. റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, 4/10/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI മുംബൈയുടെ അധ്യക്ഷതയിൽ ചേർന്ന 224ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന മാർഗദർശി ഗ്രൂപ്പാണ്. അവതരണം ശ്രീ ലിജോ കോഴിക്കോട്. പ്രാർത്ഥന ശ്രീമതി ജെസി ജെയ്സൺ. സ്വാഗതം ശ്രീ ജെയ്സൺ കൊരട്ടി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷന് എത്താൻ സാധിച്ചില്ല. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് തൃശൂർ കുരിയച്ചിറയിൽ മാർ സ്ലീഹ കൽദായ സുറിയാനി പള്ളി വികാരിയായ റവറൻ ഫാദർ ഡെന്നി ജോൺ താക്കോൽക്കാരൻ അച്ഛനായിരുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സോളമൻ എന്നെ വിളിച്ച പിയൂസ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹമുള്ളവരെ, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ റിപ്പോർട്ട് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. ദർശനയുടെ ദർശനം പോലെ തന്നെ എല്ലാ അംഗങ്ങൾ ഊർജ്ജസ്വലരോടെ പ്രവർത്തിക്കാനുള്ള എല്ലാ നന്മകളും നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് ബി മെഡിക്കൽ എഞ്ചിനീയറായ ശ്രീ ജോൺ ഡേവിസ് ആയിരുന്നു. എല്ലാവർക്കും സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. അച്ഛനും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും മറ്റുള്ളവർക്കും സ്നേഹവന്ദനം. ഈ മീറ്റിംഗ് വ്യക്തമായും മനോഹരമായും കൊണ്ടു നടക്കുന്നതിൽ അഭിമാനം. ഈ ലോകത്തിൽ ആരും പൂർണ്ണരല്ല. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ പറഞ്ഞത് കണ്ണൂർ ജില്ലാ ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ ശ്രീ സുധാകരൻ സാറായിരുന്നു. യോഗാധ്യക്ഷൻ മറ്റു വിശിഷ്ട വ്യക്തികളെ എനിക്ക് മീറ്റിംഗ് അവസരം തന്നതിന് നന്ദി. റിപ്പോർട്ട് കേട്ടപ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നി. എത്ര പറഞ്ഞാലും മതി വരില്ല. വലിയ മനസ്സിന്റെ ഉടമകളാണ് ഇതിലുള്ളവർ എല്ലാവരും. ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറയാനുള്ളത് ഗ്ലോറിയ ഗ്രൂപ്പ് കുമാരി രതി ബാലൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതി ബാലൻ. ഞാൻ വീട് വിട്ട് പുറത്തു പോകാറില്ല. എനിക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ദർശന ക്ലബിൽ വന്നതിലൂടെയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചത്. അതിന് വളരെ സന്തോഷം. ചാരിതാർത്ഥവുമുണ്ട്. ജാൻസി പറഞ്ഞ ലില്ലി ആറ്റത്തറയാണ് എന്നെ ഗ്രൂപ്പിൽ ചേർത്തത്. ലീനയാണ് ആശംസ പറയാൻ വിളിച്ചത്. അച്ഛനും മറ്റുള്ളവർക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുമാരി പൂനംകുച്ചി. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗാസമക്ഷം സമർപ്പിക്കുന്നു. ലീന MC നാട്ടിക. റിപ്പോർട്ട് പാസ്സാക്കാം. നാട്ടിലേക്ക് ഹൃദയം നിറഞ്ഞ നന്ദി കർപ്പിക്കുന്നു. താങ്ക് യു. അധ്യക്ഷ പ്രസംഗത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ സർ. ഇന്നത്തെ സ്നേഹസംഗമം 225ാം സ്നേഹസംഗമാണ്. ഇതിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു.
സാജു സാറിന്റെ ഫോൺ മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. സാജു സാർ. ഓ സോറി. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഇന്ന് നമ്മൾ 225 സ്നേഹസംഗമത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ഫാദർ, മുഖ്യാതിഥി, ആശംസ പറയാനെത്തിയവർ, സഹോദരികളെ, സഹോദരന്മാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും. ഇന്ന് നമുക്ക് ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിരിക്കുന്നു. സ്നേഹസംഗമം അർത്ഥം പറയുന്നത് പോലെ തന്നെ സ്നേഹത്തിന്റെ സംഗമം. ഇതൊരു പ്രോഗ്രാം മാത്രമല്ല, ഇതൊരു കുടുംബമാണ്. പരസ്പരം മനസ്സിലാക്കാനും കരുത്തു പകരാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് അവസരം നൽകുന്ന മനോഹരമായ വേദി. ജീവിതം എന്നത് ഒരു യാത്രയാണ്. ചിലപ്പോൾ സന്തോഷം നിറഞ്ഞതും ചിലപ്പോൾ കഠിനവുമായതും. പക്ഷേ ജീവിതം എത്ര കഠിനമായാലും സ്നേഹവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അതിനൊപ്പം പോകാൻ നമുക്ക് കഴിയും. നമ്മുടെ സൊസൈറ്റി ചെയ്യുന്നത് അത് തന്നെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം തെളിയിക്കുന്നതും എന്ന വാക്കിന് എന്നതാണ് ആത്മവിശ്വാസം നിറഞ്ഞതുമാണ് നമ്മുടെ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു പഴയ കഥ പറയാം. ഒരിക്കൽ ഒരു അച്ഛനും മകനും ഒരുമിച്ച് ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. മകൻ 10 വയസ്സുകാരൻ. അവൻ ജനിച്ചപ്പോൾ തന്നെ കാഴ്ചയില്ലായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഭാര്യയെ നഷ്ടപ്പെട്ടു. ജീവിതം ഒറ്റപ്പെട്ടതായിരുന്നു. എങ്കിലും അവൻ മകനെ വളർത്തിയപ്പോൾ ഒരു കാര്യം മാത്രമാണ് അവൻ ആവർത്തിച്ചു പറഞ്ഞത്: മകനെ, നീ കാണുന്നില്ലെങ്കിലും നീ അനുഭവിക്കാൻ കഴിയും. ലോകം കണ്ണുകൊണ്ടല്ല, ഹൃദയത്തോട് കാണുന്നവർക്കാണ് സൗന്ദര്യം. മകന്റെ സ്വപ്നം ഒരു വലിയ സംഗീതജ്ഞനായ മതിയാവൂ എന്നതാണ് മകന്റെ സ്വപ്നം. അച്ഛൻ പറഞ്ഞു, നിനക്ക് കഴിയില്ല എന്നതല്ല, പകരം അച്ഛൻ പറഞ്ഞത് കഴിയും, ശ്രമിക്കൂ എന്നതാണ്. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ ദേശീയ സംഗീത മത്സരത്തിൽ ഹാർമോണിയത്തിൽ വൻ വിജയം സാധിച്ചു. അവൻ ഒന്നാമതായി എത്തി. അവൻ അവാർഡ് ഏറ്റുവാങ്ങിയപ്പോൾ വേദിയിൽ പറഞ്ഞത് ഇതായിരുന്നു: എനിക്ക് ലോകം കാണാനാകുന്നില്ല, പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ കാണിച്ചു തന്നത് ആത്മവിശ്വാസം എങ്ങനെ നേടിയെടുക്കാം എന്നതാണ്. അവിടെ കയ്യടി മുഴങ്ങിയപ്പോൾ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ജീവിതത്തിൽ വലിയൊരു കുറവുണ്ടായാലും പ്രതീക്ഷയും സ്നേഹവും ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സമ്പത്ത്. നമ്മെല്ലാവരും ഒരു രീതിയിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം തീർക്കാൻ കഴിയുന്നവരാണ്. ഒരു വാക്ക്, ഒരു പുഞ്ചിരി, ഒരു പ്രോത്സാഹനം, അതൊന്നു മാത്രം കൊണ്ട് ഒരാളുടെ മനസ്സിൽ ഒരു പുതിയ വൈരാഗ്യം പിറക്കും. സ്നേഹം രോഗം മാറ്റുന്ന മരുന്നാണ്. ആത്മവിശ്വാസം മനുഷ്യനെ ഉയർത്തുന്ന ചിറകാണ്. ദർശന സർവീസ് സൊസൈറ്റി നടത്തുന്ന ഈ സ്നേഹസംഗമം അതിനൊരു തെളിവാണ്. ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരും ജീവിതം എത്ര കഠിനമായാലും ഞങ്ങൾ പിന്മാറില്ല എന്ന സന്ദേശം തന്നെയാണ് ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് പറഞ്ഞോളാം: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് സ്നേഹസംഗമം മുന്നോട്ടും സ്നേഹത്തോടും പ്രതീക്ഷയോടെ മുന്നേറട്ടെ. താങ്ക് യു. അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ സാജു ജോൺ സാറിനെ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ഈ സ്നേഹസംഗമം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ ബിനീഷ് കോട്ടക്കിൽ അച്ഛനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ഫാദർ. സ്നേഹമുള്ള ഈ ദർശന കൂട്ടായ്മയുടെ ഡയറക്ടറച്ഛനായിരിക്കുന്ന സോളമനച്ഛൻ, അതുപോലെ വീഡിയോ ഓണാണ്. ഓക്കെ. അത് സ്നേഹമുള്ള സോളമനച്ഛൻ, അതുപോലെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന സാജു സാറ്, അതുപോലെ ഇന്ന് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അവബോധം നൽകാനായിട്ട് നമ്മുടെ കൂടിയായിരിക്കുന്ന ബിജു സാറ്, പ്രിയമുള്ള ഏറ്റവും നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരരുടെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാണ്. നല്ല ദൈവത്തിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് ഒരു അവസരം തന്നതിന്. ഒപ്പം തന്നെ എന്നെ ഇന്നലെ ഐവിൻ വിളിച്ചു. ഒരു രണ്ടു ദിവസം മുന്നാണ് എന്നെ ഐവിൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്: അച്ഛാ, ഇങ്ങനെ ഒരു സ്നേഹസംഗമം നടത്താറുണ്ട്, അച്ഛൻ അതിനകത്തൊരു ഉദ്ഘാടനം നയിക്കണം, ചെറിയൊരു സന്ദേശം ഞങ്ങൾക്ക് വേണ്ടി തരണം എന്ന് പറഞ്ഞു. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ അവസരം നൽകിയ നിങ്ങൾക്ക് ഓരോരുത്തരും നന്ദി പറയുന്നു. നല്ല ദൈവത്തിൽ നന്ദി പറയാണ്.
ഞാൻ വലിയ സന്ദേശമൊന്നും നിങ്ങളോട് നൽകാനായിട്ടൊന്നും പോണില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വലിയ സന്തോഷം തോന്നി. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് അതൊരു വലിയൊരു ഘടകമാണ്. അപ്പോ ഈ പേര് സ്നേഹ സംഗമം എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തോടു കൂടെ സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാനിങ്ങനെ മനസ്സിലേക്ക് ഇരിക്കാൻ നിങ്ങളോട് എന്ത് പറയണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് തോന്നിയത് എങ്ങനെയായിരുന്നു, അതായത് നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരുടെയൊക്കെ തിന്മകളെ നമ്മുടെ നന്മ കൊണ്ട് ജയിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഈശ്വരന്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ ഈശ്വരന്റെ മുഖം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സംതൃപ്തിയോട് കൂടി ജീവിക്കാനായിട്ട് പറ്റും. അങ്ങനെ സംതൃപ്തിയോട് കൂടി ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈശ്വരൻ നമ്മുടെ കൂടെ സഹായിക്കാനായിട്ട്. അത് ഏത് വിഭാഗത്തിലാണെങ്കിലും ജാതി മതം ഏത് ഭേദമന്യേ ആ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. ഈ ഒരു അവബോധം മാത്രമാണ്, അതിലേക്ക് നയിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തിന്മയെ എങ്ങനെ, മറ്റുള്ളവരുടെ തിന്മകളെ നന്മ കൊണ്ട് എങ്ങനെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ വരും. ചിലപ്പോൾ അത് തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ കടന്നു വരുന്ന സമയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോഴും നമുക്ക് ഉണ്ടാകേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, നമ്മള് അവരുടെ തിന്മയെ നമ്മുടെ തിന്മ കൊണ്ട് ജയിക്കാൻ പരിശ്രമിച്ചേക്കരുത്. ഒരാൾ നമ്മൾ ചീത്ത പറയുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞിട്ട് നമ്മൾ അതിനെ ജയിക്കാൻ പരിശ്രമിച്ചേക്കരുത്. അതിന് പകരം മൗനം പാലിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ, ഒന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള തിന്മകളെ നന്മ കൊണ്ട് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വൈദികനായതുകൊണ്ട് തന്നെ ഞാൻ ബൈബിളിലേക്ക് ഞാനൊന്ന് പോവാണ്. ബൈബിളിലേക്ക് പോകുമ്പോൾ ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് പ്രകാരമാണ്, ഒരു ചെറിയൊരു സംഭവം, ഒരു കഥ പ്രകാരമാണ് ഈ ഇസ്രായേൽക്കാരെ ആക്രമിക്കാനായിട്ട് സിറിയാക്കാരെന്ന് പറയുന്ന വ്യക്തികൾ ഇങ്ങനെ കടന്നു വരാണ്. അങ്ങനെ കടന്നു വരുമ്പോ ഒരു എലീഷ പ്രവാചകനോട് ഈ ഇസ്രായേൽക്കാർ പറയാണ്, ഈ സിറിയാക്കാരുടെ കണ്ണുകൾ അന്ധമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാണ്. അപ്പൊ അങ്ങനെ എലീഷ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ കണ്ണുകൾ അന്ധമാക്കിയതിനു ശേഷം അവരെങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവരെ ഇസ്രായേൽ ദേശത്ത് എത്തി കഴിയുമ്പോൾ വീണ്ടും അവരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയാണ്. അങ്ങനെ കണ്ണുകൾ തുറന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുമ്പോഴാണ് സിറിയാക്കാര് മനസ്സിലാക്കണേ, ഞങ്ങള് ഈ ശത്രുക്കളുടെ പാളയത്തിലാണ് ഞങ്ങൾ എത്തിയേക്കണേ, ഞങ്ങൾ ഇസ്രായേൽക്കാരുടെ ദേശത്താണ് എത്തിയേക്കണേ, ഞങ്ങളിപ്പോ കൊന്നു കളയുന്നു വിചാരിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ രാജാവ് ഈ എലീഷ പ്രവാചകനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് ഞങ്ങൾ ഇവരെ കൊന്നു കളയട്ടെയോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കൊന്നു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ എലീഷ പ്രവാചകൻ ഇപ്രകാരമാണ് അവരോട് പറയാ, നിങ്ങൾ അവർക്ക് സമൃദ്ധമായിട്ട് ഭക്ഷിക്കാൻ കൊടുക്കുക, എന്നിട്ട് അവരെ അവരുടെ യജമാനന്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കാൻ പറയാണ്. നിങ്ങൾ അവർക്ക് സമൃദ്ധമായിട്ട് ഭക്ഷിക്കാൻ കൊടുക്കുക, എന്നിട്ട് അവരുടെ യജമാനന്റെ അടുക്കിലേക്ക് പറഞ്ഞു വയ്ക്കുക. പുസ്തകത്തിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കണേ, പിന്നീട് ഒരിക്കലും സിറിയാക്കാര് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. നമ്മൾ മറ്റുള്ളവര് നമുക്കെതിരെ തിന്മകൾ ചെയ്യുമ്പോൾ, നമുക്കെതിരെ എന്തെങ്കിലും ശത്രുതയോടുകൂടി പെരുമാറുമ്പോൾ നമ്മൾ നന്മകൾ ചെയ്യാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്ക് അതിജീവിക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് ആ ഈശ്വരന്റെ മുഖം നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതും ഞാൻ വീണ്ടും ഈ ബൈബിളിലേക്ക് തന്നെയാണ് പോണേ. ബൈബിളിലെ ഒരു ഏറ്റവും വലിയ ചതിയനായിട്ടുള്ള കഥാപാത്രം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഏസാവ് യാക്കോബ് എന്ന് പറഞ്ഞ രണ്ട് ചേട്ടനിയന്മാരുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടി പറയുന്നു മാത്രമേ ഉള്ളൂ. ആ ഏസാവും യാക്കോബ് എന്ന് പറയുന്ന രണ്ട് ചേട്ടനിയന്മാര്. അങ്ങനെ ഈ അനിയനായിട്ടുള്ള യാക്കോബ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചേട്ടനായ ഏസാവിന്റെ എല്ലാ സ്വത്തും അപഹരിച്ചിട്ട് ദൂരദേശത്തേക്ക് പോവാണ്. അങ്ങനെ ദൂരദേശത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, എല്ലാ സംഭവത്തും ചെലവഴിച്ചിട്ട് വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ചേട്ടനായിട്ടുള്ള ഏസാവ് ഇങ്ങനെ മലമുകളിൽ നിന്നിട്ട് കാണാണ് അനിയൻ യാക്കോബ് ഇങ്ങനെ നടന്നു വരുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞിരിക്കുമ്പോ ചേട്ടനായിട്ടുള്ള ഏസാവ് ഒരു കാറ്റിന്റെ ഗതിവേഗം കണക്കാൽ ഓടി യാക്കോബിന്റെ അടുത്തേക്ക് വരാണ്, അനിയനായിട്ടുള്ള യാക്കോബിന്റെ അടുത്തേക്ക്. അങ്ങനെ അനിയനായിട്ടുള്ള യാക്കോബിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുമ്പോ യാക്കോബിന്റെ കഴുത്തിലേക്ക് ഈ ഏസാവിന്റെ കൈകള് ഇങ്ങനെ, ചേട്ടനായ ഏസാവിന്റെ കൈകൾ ഇങ്ങനെ മുറുകുന്നുണ്ട്. അപ്പൊ യാക്കോബ് വിചാരിച്ചു, ഇപ്പോ ഞങ്ങൾ ചിലപ്പോ കൊന്നു കളയാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ള, എന്നെ കൊന്നു കളയാൻ സാധ്യത ഉണ്ടെന്നാണ് യാക്കോബ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവണേ. ഈ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാണ്. അത് കഴിഞ്ഞ അല്പ സമയം കഴിഞ്ഞപ്പോ യാക്കോബ് ചേട്ടനായിട്ടുള്ള ഏസാവിനെ നോക്കിയിട്ട് പറയാണ്, ഇപ്പൊ നിന്റെ മുഖം ദൈവത്തെ കണക്കാണ് പറയാണ്, ഇപ്പൊ നിന്റെ മുഖം ദൈവത്തെ പോലെ ഉണ്ടെന്ന് പറയാണ്. അതുകൊണ്ട് പറയുന്നവരെ, നമ്മള്
നമുക്കെതിരെ തിന്മ ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായി കഴിയുമ്പോൾ അവരോട് ക്ഷമിക്കാനായിട്ട് ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എന്താണ്? ഈ ഈശ്വരന്റെ മുഖം അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആരൊക്കെ തിന്മ പ്രവർത്തിക്കുമ്പോഴും അങ്ങനെ നമുക്കൊന്ന് ക്ഷമ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈശ്വരന്റെ മുഖം നമുക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഈശ്വരന്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളതാണ്. അത് എനിക്കും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ്. അങ്ങനെ ഈശ്വരന്റെ മുഖം കാണിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ ഒരു കഥ പ്രകാരമായിരുന്നു ഞാൻ ഈ അടുത്ത് വായിച്ച സംഭവമാണ്. അത് അദ്ദേഹം ഒരു മനുഷ്യൻ, ഒരു വലിയ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കടൽ തീരത്തോടെ നടക്കുകയാണ്. ആ കടൽ തീരത്തോടെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യൻ ഇങ്ങനെ വീടി വലിച്ച് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാണ്. ഇങ്ങനെ ബീച്ചിൽ നമ്മൾ ആൾക്കാർ കിടക്കുന്നത് കാണുമല്ലോ, അങ്ങനെ കിടക്കുന്നത് കാണാണ്. അപ്പൊ ഈ കാര്യക്ഷമരൊക്കെ അന്വേഷിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് വെറുതെ ഇങ്ങനെ തമാശ രീതിയിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ കിടക്കരുത്, ഈ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം, എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, എന്നിട്ട് എന്തിനാ ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ഈ ഉദ്യോഗസ്ഥൻ പറയാണ്, നിങ്ങളൊരു ബോട്ട് വാങ്ങണം, അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കണം, അങ്ങനെ അനേകം ബോട്ടുകളായിട്ട് അത് വർദ്ധിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ മത്സ്യ സംസ്കരണത്തിന് വേണ്ടി ഒരു ഫാക്ടറി നമുക്ക് നിർമ്മിക്കണം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പറയാണ്. അപ്പൊ അത് കഴിയുമ്പോൾ വീണ്ടും ആള് ചോദിക്കാണ്, അപ്പൊ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാണ്. അപ്പൊ പറയാണ്, എന്നിട്ട് ഇങ്ങനെ കറങ്ങണ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ബീഡിയും വലിച്ചിരുന്നാ പോരെന്ന് ചോദിക്കുകയാണ്. ഇയാൾ ചെയ്യുന്ന കാര്യം തന്നെ എന്നിട്ട് ചെയ്താൽ പോരെന്ന് ചോദിക്കുകയാണ്. അത് കഴിയുമ്പോ ഇദ്ദേഹം പറയാണ്, ഈ യാതൊരു ചെലവില്ലാതെ, ഇതിന്റെ 1000-ലൊന്നും ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ ശാന്തമായിട്ട് കിടന്ന് വീട് വലിക്കുകയാണ്, അതിലെന്താണ് കുഴപ്പം, അതിൽ സുഖം വേറെ എന്താണെന്ന് ചോദിക്കുകയാണ്. പലപ്പോഴും ഒക്കെ ഓരോരുത്തരുടെയും സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ അനുസരിച്ചാണ്. പലരും പറയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമ്പത്തും ഉള്ളതാണ് സംതൃപ്തി എന്ന് പറയും. ചിലർ പറയും നല്ല ആരോഗ്യമുള്ളതാണ് സംതൃപ്തി എന്ന് പറയും. അതൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ നമ്മളാണ് സംതൃപ്തി കണ്ടെത്തണേ. നമ്മളായിരിക്കുന്ന മേഖലയിൽ നമ്മളായിരിക്കുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇരിഞ്ഞാലക്കുടയില് അഭയഭവൻ എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട്. അവിടെ ജയൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ സഹോദരൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ 2 കൈകളും കാലുകളും ഇങ്ങനെ പോളിയോ ബാധിച്ച് ചിലപ്പോൾ ശോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആൾക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ചേട്ടൻ എങ്ങനെയാ ചേട്ടൻ വരയ്ക്കണേ? വളരെയാണ് ദൈവം തന്ന ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്റെ ഈ ചിത്രം വരയ്ക്കുകയാണ്. എന്നിട്ട് ആള് മുകളിലേക്ക് ചുമരിലേക്ക് ഒരു ചിത്രം വരച്ച് കാണിച്ചു തന്നു. അത് ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രമായിരുന്നു. അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കായിരുന്നു, കർത്താവ് എനിക്ക് ഇതുപോലെ ഇത്രയും പൂർണ്ണമായിട്ട് ആരോഗ്യം ഉണ്ടായിട്ട് ഇത്രയും കഴിവുണ്ടായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ സംതൃപ്തി കണ്ടെത്തണം. നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റാരും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ സംതൃപ്തി കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളെ മറ്റുള്ളവരുടെ തിന്മയെ നമ്മുടെ നന്മ കൊണ്ട് ജയിച്ച് അതുപോലെ അങ്ങനെ ഈശ്വരന്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് സംതൃപ്തിയോടുകൂടെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ബൈബിളിലെ ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. അത് ആർക്കെങ്കിലും വേണ്ടി, ഇവിടെ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈശോ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാത്രം പറയാണ്. അതിങ്ങനെയാണ് പറഞ്ഞു വെക്കുക, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല, നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവർ നിനക്കെതിരെ യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല, നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വേണ്ടി പെടുമായിരിക്കാന്ന് വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവർ, ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ നമ്മളെ അവഗണിച്ചേക്കാം, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചേക്കാം, മറ്റുള്ളവർ നമ്മളെ മുറിപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചേക്കാം. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചേക്കാം. ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്താനും ഒഴിവാക്കാനും തള്ളിക്കളയാനും ഒക്കെ പരിശ്രമിച്ചാലും, ആരൊക്കെ നമ്മളെ വെറുത്താലും, ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും, ആരൊക്കെ നമ്മൾ പുച്ഛിച്ച് പറഞ്ഞാലും അതൊന്നും വിജയിക്കില്ല. അവരാരും വിജയിക്കില്ല. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ആ ഒരു ബോധ്യത്തോടു കൂടെ ജീവിക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിക്കുകയാണ്. ഈ ഒരു സ്നേഹസംഗമം ഏറ്റവും സന്തോഷപൂർവ്വം ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തേക്കുക. ഇനി മുതൽ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയേക്കും. കാരണം ഇതൊരു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു പ്രസ്ഥാനം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതും ഇങ്ങനൊരു സ്നേഹസംഘം ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. ഇതൊരു നല്ല കാര്യമാണ്. ഇനിയും ഒരുപാട് പേരെ നിങ്ങൾ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഒരുപാട് പേർക്ക് സന്തോഷം കിട്ടുന്ന അനുഭവമായിട്ട് മാറിക്കോളും.
അങ്ങനെ നിങ്ങളുടെ സൗഹൃദങ്ങൾ വളരട്ടെ, കൂട്ടായ്മ വളരട്ടെ. ഇതൊരു വലിയ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഈ ഒരു ദർശന കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. താങ്ക് യു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛ, താങ്ക് യു സോ മച്ച്. ആശംസ പറയുന്നതിനായി ശ്രീ ജിഫിൻ KGയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ജിഫിൻ. എല്ലാവർക്കും നമസ്കാരം. ഈ 225 സ്നേഹ സംഗമത്തിലേക്ക് ആശംസകൾ പറയുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ പേര് ജിഫിൻ. എനിക്ക് ജന്മന നടത്താൻ പറ്റുകയില്ല. സെർബൽ പാൾസി എന്നാണ്. ഏഴാം വയസ്സിലാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. എന്റെ വീടിനടുത്തുള്ള പള്ളി സ്കൂളിലാണ് ഞാൻ ആദ്യമായി പഠിക്കാൻ പോയത്. അവിടെ 1 തൊട്ട് 4 വരെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് എന്റെ അവിടെ നിന്ന് സ്കൂൾ ഉണ്ടായിരുന്നത്. ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് പോയിരുന്നത് സ്കൂളിലേക്ക്. അമ്മയാണ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പോ എന്റെ ക്ലാസ് ആണെങ്കിൽ 3rd ഫ്ലോറിലായിരുന്നു. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, ജോസ് തെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനായിരുന്നു. അച്ഛൻ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ് അടിക്കാക്കാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ നിർബന്ധത്തില് ക്ലാസ് അടിക്കാക്കി. പിന്നെ അങ്ങനെ ഞങ്ങളവിടെ വലിയ കുഴപ്പമില്ലാണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു വീൽ ചെയർ, അതായത് കോളേജിലത്തെ ഒരു രാഷ്ട്രീയ സംഘടന എനിക്കൊരു വീൽ ചെയർ സംഘടിപ്പിച്ചു തന്നു. അതായത് ഒഴിവ് സമയത്തൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു വീൽ ചെയർ. അപ്പൊ എനിക്ക് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് ആ വീൽ ചെയർ തള്ളി എന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വലിയ കോളേജുണ്ട്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ അടിപൊളിയായി കോളേജ് പഠനം പൂർത്തിയായി. അതിനുശേഷമാണ് ഏകദേശം ഒരു 2 വർഷമായിട്ടുള്ളൂ ഞാൻ ദർശന ക്ലബിലേക്ക് വന്നിട്ട്. ദർശന ക്ലബിലേക്ക് പോകാനായിട്ട് എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോകാൻ പറ്റുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഒക്കെ പറഞ്ഞു. മുഖ്യ അതിഥിയായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ ബിജു CC സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ സർ. ഓക്കെ താങ്ക് യു. എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ദർശന സൊസൈറ്റി ടീഷർട്ടാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അപ്പൊ സാറൊന്ന് ജോയിൻ ചെയ്തിട്ട് സംസാരിക്കണം. അപ്പോ മോട്ടിവേഷൻ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ ഭിന്നശേഷിയുള്ള കുട്ടികൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ സാധാരണ ഭിന്നശേഷിയുള്ള കുട്ടികൾ അവരുടെ ഒരു ധാരണ, ഞാനിപ്പോ 1 വർഷമായി ഭിന്നശേഷിയുള്ള കുട്ടികളായിട്ട് ഒരു പ്രോജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ട്രെയിൻ ട്രസ്റ്റ് എന്ന് പറയും. അപ്പോ ഭിന്നശേഷിയുള്ള കുട്ടികള് ട്രെയിനിങ് കൊടുക്കുക, അവരെ എന്താ പറയാ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളൊരു പ്രോജക്റ്റാണ് ഞങ്ങൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 വർഷമായിട്ട്. അപ്പം ഇങ്ങനൊരു പ്രോഗ്രാം എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുക എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ 14-ാം തീയതി ഇവിടെ ഒരു വൈക്കേന്റെ ഒരു വാക്കത്തോൺ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ തിരക്കായിട്ട് എന്റെ റീജിയണൽ മാനേജറുണ്ട് ഇവിടെ. അപ്പൊ ഇന്നിപ്പോ ഞങ്ങളിപ്പോ ഒരു ട്രോഫിയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാം. അപ്പോ ഭിന്നശേഷിയുള്ള ആൾക്കാർ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്മള് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളിപ്പം കേരളത്തില് പല സ്ഥാപനങ്ങളിലും ഭിന്നശേഷിയുള്ള കുട്ടികളെ ഞങ്ങൾ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവില് ജോലി ചെയ്യുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോ ഞങ്ങള് സാധാരണ ഈ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവർക്ക് ജോലി കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളിലെ HR മാനേജർ, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെ അതിന്റെ ഓണേഴ്സ്, ഇവരൊക്കെ ഞങ്ങൾ കാണാൻ പോകാറുണ്ട്. എന്തിനു വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത്
നമ്മളെ കുട്ടികൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താണ് അവർക്ക് വന്നിട്ടുള്ള കുട്ടികൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും എംപ്ലോയീസിന് എന്തൊക്കെയാണ് ഞങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കുട്ടികളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി ഞങ്ങള് ഒരു പല സമയങ്ങളിൽ ഞങ്ങള് ഇവരെ വർക്ക് പ്ലേസിൽ ഞങ്ങൾ പോവാറുണ്ട്. അപ്പൊ ഒരു 99% ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. യെസ്. ഒരു 99% എംപ്ലോയീസ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അവർ പറയുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ എറണാകുളത്ത് ഒബ്രോ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ഭിന്നശേഷിയുടെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എംപാടായിട്ട് ഒരു പയ്യൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ട്രെയിൻ ട്രസ്റ്റ് പഠിച്ച ആളാണ്, ഞങ്ങളാണ് അവരുടെ ട്രെയിനിങ് കൊടുത്തെന്ന് അവർ അറിഞ്ഞപ്പോ അവര് ഞങ്ങളുടെ അടുത്ത് ഇതിന്റെ HR മാനേജർ മാത്രമല്ല, ഈ കുട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അവൻ ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാല് അവിടെ ജോലി എങ്ങനെയാന്ന് പറഞ്ഞു വെച്ചാല് ഓരോ ആൾക്കും ഓരോ സെക്ഷൻ കൊടുക്കുക ചെയ്യാം. അതായത് കൊടുക്കും, ഡ്രസ് എല്ലാം ഹാങ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള പല പല ഡ്യൂട്ടീസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കുട്ടിക്ക് അവർ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മള് റിലയൻസിലും മറ്റേ എവിടെയൊക്കെ പോയി നമ്മൾ കാണാം, ഡ്രസ്സൊക്കെ ടീഷർട്ടൊക്കെ നല്ല വൃത്തിയിൽ മടക്കി ഒതുക്കി എല്ലാം കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് അതുപോലെ ഡ്യൂട്ടിയാണ് കൊടുക്കുക. അപ്പൊ ഇവരുടെ ഈ കുട്ടിയുടെ കോവർക്കേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, സാർ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല എങ്കിലും ഈ കുട്ടി അവന്റെ ഡ്യൂട്ടി പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് അവർക്ക് ഡ്രസ്സ് ഹാങ് ചെയ്യാൻ വേണ്ടി ഇയാള് പോയിട്ട് ഈ കുട്ടി പോയിട്ട് അവരെ സഹായിക്കാറുണ്ട്. സാധാരണ അവർ പറയാണ്ട് ഇപ്പം ഭിന്നശേഷി അല്ലാത്ത നോർമൽ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അവരവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റൂമിലോട്ട് പോകും, അല്ലെ അവർ റെസ്റ്റ് എടുക്കും. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല, അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവൻ തൊട്ടടുത്ത സെക്ഷനിൽ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു മെന്റാലിറ്റി. അപ്പൊ അവരത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങള് HR ഇപ്പം ഈ ഒരു കുട്ടി ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ആക്യുറേറ്റ് ആണ്. അതായത് വേറെ മൊബൈലിൽ നോക്കി അവര് സമയം കളയുക, അല്ലെ വേറെ വർക്കിലോട്ട് പോവുക, അങ്ങനെയൊന്നുമില്ല. ഇവരൊക്കെ എന്താണോ ജോലി കൊടുത്തിരിക്കുന്നത് ഭയങ്കര സ്പീഡായിട്ടും അതുപോലെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു മെന്റാലിറ്റി ഇവർ കാണിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ട്. പോരാത്തിന് വേറൊരു കാര്യം പറഞ്ഞെന്ന് വെച്ചാല്, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വരുക എന്നുള്ളത്, അതായത് വേറെ ലീവും കാര്യങ്ങളും തുടങ്ങി അവർ കൃത്യമായിട്ട് അവർ ചെയ്ത് ആ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യാം. അത് എല്ലാ ദിവസവും ജോലി സ്ഥാപനങ്ങളിലോട്ട് ജോലി സ്ഥലത്തോട്ട് വരിക. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാല്, ഒരാള് ജോലിക്ക് വന്നില്ലെങ്കിൽ, ഇപ്പം അവരെ ഒരു സെക്ഷനിൽ ഒരാൾ ജോലിക്ക് വന്നില്ലെങ്കിൽ ആരന്വേഷിച്ചിട്ടായെങ്കിലും ഇവരാണ് ആദ്യം പോയിട്ട് അന്വേഷിക്കുക. അയാള് ജോലിക്ക് വന്നിട്ട് എന്ത് പറ്റി, എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ടാണ് വരാത്തത്, ഇല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവർ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഭയങ്കരമായി പിന്നെ എംപ്ലോയീസിന്റെ അടുത്തും അതുപോലെ കോവർക്കേഴ്സിന്റെ അടുത്തും നമ്മൾ ഭിന്നശേഷിയുള്ള കുട്ടികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും എനിക്ക് പേഴ്സണലായിട്ട് കിട്ടാറുണ്ട്. പിന്നെ വേറെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവർക്ക് കൊടുക്കുന്ന പിന്നെ ക്ലാസ്സുകൾ അവരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങള് എല്ലാവർക്കും ഓരോ തരം കഴിവുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഞങ്ങൾ പറയുന്നത്, നമ്മളിപ്പം ഡിസബിലിറ്റി അല്ലാത്ത ഭിന്നശേഷി അല്ലാത്ത ആൾക്കാർക്ക് ഇല്ലാത്ത കഴിവുകൾ ചിലപ്പോൾ ഈ കുട്ടികൾ കാണിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഞങ്ങൾ റീജിയണൽ മാനേജർ വന്നപ്പോൾ ഞങ്ങൾ ട്രെയിൻ സെന്റർ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഏകദേശം 28ഓളം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എംപാർഡായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ടാസ്ക് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ, അതായത് സെലിബ്രിറ്റീസിന്റെ പേരുകൾ ബോർഡിൽ എഴുതാൻ പറ്റും. ഞങ്ങൾക്ക് പോലും അറിയാത്ത ആൾക്കാരുടെ പേരുകളൊക്കെയാണ് അവരവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പൊ അവർ പറയുന്നുണ്ട് അവർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ആൾക്കാരെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് കഴിവുകൾ നമ്മളെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കുണ്ട്. അപ്പം ഇതുപോലുള്ള എല്ലാ ദിവസങ്ങളും എല്ലാ ശനിയാഴ്ചകളും ഈ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിലപ്പെട്ട സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഉദ്യമത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പൊ ഇന്ന് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ചെയ്ത് വെക്കണം, അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഉള്ളത്. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസ പറയുന്നു. നമ്മളെ കുട്ടികൾക്കും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോ
ഞാൻ തൽക്കാലത്തേക്ക് ഇതിനകത്ത് ഈ ഒരു സംസാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ തൽക്കാലത്തേക്ക് ഇതിനകത്ത് ലെഫ്റ്റ് ആവുകയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ഞാൻ പറഞ്ഞത് എനിക്ക് ഇതുവരെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല. പെട്ടെന്ന് ടീഷർട്ടെ വിളിച്ചു പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ സാറ് പിന്നൊരു നാളിൽ വന്ന് ഹലോ സാറ് പിന്നൊരു നാളില് വന്നിട്ട് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമോ? ഒഴിപോലെ ഓക്കെ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഒട്ടുമിക്ക സമയങ്ങളും ട്രാവലിംഗ് ആയിരിക്കും. ഇന്നിപ്പം ഇവിടെ സാധനം മേടിക്കാൻ വന്നിട്ട് ഞാൻ ജസ്റ്റ് മീറ്റിംഗ് ഉണ്ട് പുറത്തിറങ്ങി വന്ന് ഞാൻ എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ ഞാൻ ജോയിൻ ചെയ്യാം. ഓക്കെ. വളരെ തിരക്കുകൾക്കിടയിലും നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച ബിജു സാറിനെ ഒത്തിരി നന്ദി. 14-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സർ. നന്ദി പറയുന്നതിനായി ശ്രീ ഐവിൻ ടൈറ്റസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ഐവിൻ ടൈറ്റസ്. ദർശന സർവീസ് സൊസൈറ്റി ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന സ്നേഹ സംഗമത്തിന്റെ 225ാമത്തെ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛൻ്റെ അഭാവത്തിൽ ദർശന ക്ലബിന്റെ പ്രസിഡന്റായ ശ്രീ സാജു ജോണിനെ ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ ചേർന്ന ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി 225ാമത്തെ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാന്യനായ ഇരിഞ്ഞാലക്കുട രൂപത വികാരി സെന്റ് തോമസ് ചർച്ച് പിള്ളപ്പാറ റവറൻ ഫാദർ ബിനീഷ് കോട്ടയ്ക്കൽ അച്ഛനെ ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ഇമ്പാക്ട് കാറ്റലിസ്റ്റ് ആൻഡ് അസിസ്റ്റന്റ് മാനേജർ സൗത്ത് ടു ട്രെയിൻ ട്രസ്റ്റ് ശ്രീ ബിജു സാറിനെ ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. ആശംസ പറയാൻ എത്തിച്ചേരാൻ കഴിയാതിരുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗനവാടി ടീച്ചർ ശ്രീമതി ഇന്ദു ടീച്ചറിനെ ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അടുത്തതായി ആശംസ പറയാൻ എത്തിച്ചേർന്ന പങ്ക് പ്രോജക്ട് സെക്കൻഡ് ഗ്രൂപ്പ് ലീഡറായ ജിഫിൻ കേജയ്ക്കും എൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും PR ആയ പീയൂഷ് കോട്ടപ്പുറത്തെ ചേട്ടനെയും എൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. 225ാമത്തെ സ്നേഹ സംഗമത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി ലീന ചേച്ചിക്കും എൻ്റെ പേരിലും ഇവിടെ ഒത്തുചേർന്ന ഓരോരുത്തരുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. 225ാമത്തെ സ്നേഹ സംഗമം ഭക്തിസാന്ദ്രമാക്കിയ പ്രാർത്ഥന ഗാനം ആലപിച്ച ശ്രീമതി റിൻസി ടീച്ചറിനെയും എൻ്റെ പേരിലും ഇവിടെ ഒത്തുചേർന്ന ഓരോരുത്തരുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അടുത്തതായി 225ാമത്തെ സ്നേഹ സംഗമത്തിൽ സ്വാഗതം പറഞ്ഞ ശ്രീമതി ദീപ ചേച്ചിക്ക് എൻ്റെ പേരിലും ഇവിടെ ഒത്തുചേർന്ന ഓരോരുത്തരുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അടുത്തതായി ഇന്ന് മീഡിയ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന 225ാമത്തെ സ്നേഹ സംഗമത്തെ വളരെ മനോഹരമായി അവതരണം നടത്തിയ കുമാരി സീമ N തോമസിനെ എൻ്റെ പേരിലും ഇവിടെ ഒത്തുചേർന്ന ഓരോരുത്തരുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇവിടെ 225ാമത്തെ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗ്രൂപ്പ് ഇൻചാർജുമാർക്കും ഗ്രൂപ്പ് ലീഡേഴ്സിനും ഗ്രൂപ്പ് മെമ്പേഴ്സിനും ദർശന ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.